ഗുഡ് ഈവനിങ്. എല്ലാവരെയും കേരള PSC LDCയുടെ പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ PSC ടോപ്പർ ചാനലിൽ നമ്മളിപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഫ്രീ ക്ലാസ്സുകളാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് 245/2023 ആണ്. 2023 ഏകദേശം ലാസ്റ്റ് നടന്നൊരു എക്സാമാണ്. നമ്മളിപ്പോൾ ഒരു LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ 2023-ലെയും 2022-ലെയും അതായത് മാക്സിമം നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്യണം. അതുപോലെ എക്സാം ആവുന്നതിന് മുമ്പ് നമ്മൾ 2024-ൽ നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിർബന്ധമായും കവർ ചെയ്യണം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫാക്ട്സൂടെ ഒന്ന് അറിഞ്ഞു പോകണം. എന്നാൽ മാത്രമേ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ് നമ്മൾ അങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി സഹകരണ ബാങ്കുകൾ, സി RBI, ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്. ഇവിടെ ദേശീയ ഗ്രാമീണ വികസന ബാങ്കിൻ്റെ പേരാണ് കേട്ടോ നബാർഡ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നബാർഡാണ്. നബാർഡ് എന്ന് വെച്ചാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതാണ് നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് നബാർഡ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി നബാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് അറിയാം, കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻസർ നബാർഡാണ്. കൃഷി അതുപോലെ തന്നെ ഗ്രാമവികസനം അവയ്ക്ക് വേണ്ടി ധനസഹായം നൽകുന്ന ദേശീയ ബാങ്കാണ്. അത് PSC എക്സാമിന് സ്ഥിരം ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതുപോലെ നബാർഡ് രൂപീകരിച്ച വർഷം പഠിക്കണം, 1982 ജൂലൈ 12. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 1982 ജൂലൈ 12 നബാർഡ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നബാർഡിൻ്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണത്? മുംബൈ ആണ്. 1982 ജൂലൈ 12 ആരംഭിച്ചത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി അത് ശിവരാമൻ കമ്മിറ്റിയാണ് കേട്ടോ. അതും നമ്മളെപ്പോഴും പഠിച്ചു വെക്കുന്ന ഒരു പോയിന്റാണ്. ശിവരാമൻ കമ്മിറ്റി. കുറേ അധികം കമ്മിറ്റികൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് മാറിപ്പോരുത്. നബാർഡുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. അതുപോലെ കേരളത്തിൽ നബാർഡിൻ്റെ ആസ്ഥാനം അത് തിരുവനന്തപുരമാണ് കേട്ടോ. കേരളത്തിൽ നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്ക് വേണ്ടി വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. മുംബൈ ആസ്ഥാനമാക്കി 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വരുന്നത്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് നിലവിൽ വരുന്നത്. കേരളത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ഗാഡ്, ബി ആസിയാൻ, സി G20, ഡി ബ്രിക്സ്. ഇതൊന്നും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓപ്ഷൻ എ ഗാട്ടാണ് കേട്ടോ. അപ്പോൾ 1995 നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. ഈ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു കരാറാണ് ഗാട്ട് കരാർ. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാറാണ് ഗാട്ട് കരാർ. ഓർത്തു വയ്ക്കുക. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് എന്നാണ് ഗാട്ട് കരാറിൻ്റെ ഫുൾ ഫോം. ജനറൽ എഗ്രിമെൻറ്റ്സ് on tariff and trade. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് എന്നതാണ് ഗാട്ട് കരാറിൻ്റെ ഫുൾ ഫോം. ഇനി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്, ഈ ഗാട്ട് കരാർ നിലവിൽ വരുന്നത് 1948 കേട്ടോ. 1948 ജാനുവരിയിലാണ്. അതിനുശേഷം നമുക്ക് 1995 ജാനുവരി 1 നമ്മുടെ എന്ത് വരുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. 1948 ജാനുവരി 1 ഗാട്ട് കരാർ നിലവിൽ വരുന്നു. 1995 ജനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരാൻ കാരണമായ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു. അത് മൊറോക്കോയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഉച്ചകോടി നടക്കുന്നത് മൊറോക്കോയിൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത്
ജനീവയാണ്. ജനീവ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ഇത് സ്ഥാപിതമാകുന്ന ആ ഒരു ദിവസം തന്നെയാണ് 1995 ജാനുവരി 1 കേട്ടോ. നിലവിൽ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ 164 രാജ്യങ്ങളാണുള്ളത്. 164ാമത്തെ രാജ്യം അത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 164ാമത്തെ അംഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജാനുവരി 1 നിലവിൽ വരുന്നത്? ഗാഡ് കരാറിൻ്റെ പിൻഗാമിയായിട്ടാണ്. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് എന്നതാണ് ഗാഡ് കരാർ. ഗാഡ് കരാർ 1948 ജാനുവരി 1 നിലവിൽ വന്നു. അതിനുശേഷം 1995 ജാനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നത് 1995 ജാനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. 164 മെമ്പേഴ്സാണുള്ളത്. ഏറ്റവും ലാസ്റ്റ് WTOയിൽ അംഗമായത് അഫ്ഗാനിസ്ഥാനാണ്. അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരാൻ കാരണമായ ഉച്ചകോടി നടന്നത് മൊറോക്കയിലാണ്. അത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. അടുത്തത്, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസൽ ആവും. കാരണം നമുക്കിവിടെ അറിയാം ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ പ്രശ്നം പറയാൻ പറ്റുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്ന എന്നാണ് അതായത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 352 പ്രകാരമാണ് അല്ലേ? ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 പ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത്. ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരാണത്? രാഷ്ട്രപതിയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതിക്ക് ക്യാബിനറ്റിൻ്റെ ഒരു എഴുതപ്പെട്ട ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത് അല്ലേ? അപ്പോൾ ക്യാബിനറ്റിൻ്റെ ലിഖിതമായിട്ടുള്ള ഒരു ശുപാർശ അവിടെ ആവശ്യമാണ്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ക്യാബിനറ്റിൻ്റെ ലിഖിത ശുപാർശ ആവശ്യമാണ്. അതൊക്കെ നമ്മളോട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിന് ചോദിക്കാം. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ എത്ര പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 പ്രാവശ്യമാണ് അല്ലേ? 3 പ്രാവശ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ യുദ്ധം, വിദേശ ആക്രമണം, അതുപോലെ സായുധ കലാപം എന്നീ അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഏതൊക്കെ കണ്ടീഷൻസിലാണ്? യുദ്ധം, അതുപോലെ സായുധ കലാപം, വിദേശ ആക്രമണം, ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1962 1962 ഒക്ടോബർ 26 പഠിച്ചു വെക്കണം കേട്ടോ. ഈ 62 തിരിച്ച് 26 പഠിച്ചു വയ്ക്കുക. 1962 ഒക്ടോബർ 26 ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ ഒരു സമയത്ത് ആരാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണനാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 1962 ഒക്ടോബർ 26 അത് 1968 വരെ നീണ്ടു നിന്നു അല്ലേ? 1968 വരെ നിന്നു. കാരണം എന്തായിരുന്നു? ചൈനീസ് ആക്രമണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് 1962 ഒക്ടോബർ 26 ഡോക്ടർ S രാധാകൃഷ്ണനാണ് പ്രഖ്യാപിക്കുന്നത്. 1968 ചൈനീസ് ആക്രമണം ഇത് അവസാനിക്കുന്നു. ചൈനീസ് ആക്രമണമായിരുന്നു വരുന്നത്. ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 1971 1971 ഡിസംബർ 3 ഡേറ്റ് പഠിക്കണമെന്നില്ല. 1971 1977 മാർച്ച് 21 വരെ നീണ്ടു നിന്നു. ഓക്കെ, 1971 ഡിസംബർ 3 ആരംഭിക്കുന്നു. 1977 മാർച്ച് 21 വരെ നീണ്ടു നിൽക്കുന്നു. ഇനി ആ ഒരു സമയത്ത് ആരാണത് പ്രഖ്യാപിച്ചത്? അത് ഡോക്ടർ VV ഗിരിയാണ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഡോക്ടർ VV ഗിരിയാണത് പ്രഖ്യാപിക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഈ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് 1962 ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ? 1971 ആ ഒരു സമയത്ത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കാം. ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നാണ്?
അത് 1975 അല്ലേ. 1975 ജൂൺ 25 മുതൽ ഈ പറയുന്ന സെയിം ഡേറ്റ് വരെ 1977 മാർച്ച് 21 വരെ അത് വേണമെങ്കിൽ പഠിച്ചു വെക്കണം. 2 ദേശീയ അടിയന്തരാവസ്ഥ ഒരുമിച്ച് പിൻവലിച്ച ഡേറ്റാണ് 1977 മാർച്ച് 21. അപ്പോൾ അത് പഠിച്ചു വെക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം 1962 ചൈനീസ് ആക്രമണം കാരണം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1971 പാകിസ്ഥാൻ്റെ ആക്രമണം, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം മൂലമാണ് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് കേട്ടോ, ആക്രമണമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മൂലമാണ് നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത്. അത് ഡോക്ടർ വി ഗിരിയായിരുന്നു ആ ഒരു സമയത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് വി ഗിരിയായിരുന്നു കേട്ടോ. അതുപോലെ ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ആഭ്യന്തര കലാപം മൂലമാണ്. ഈ ആദ്യത്തെ 2 പോലെയല്ല, ആഭ്യന്തര കലാപം മൂലമാണ് ഈ പറയുന്ന മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് 1977 മാർച്ച് 21 വരെ നീണ്ടുനിന്നു. അത് പ്രഖ്യാപിച്ചതാരാണ്? മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആ ഒരു സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇനി ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥ പിൻവലിച്ച ആരാണ്? അത് BD ജെട്ടിയുടെ കാലത്താണ്. ഓക്കെ, ഈ 2ഉം 3ഉം പിൻവലിക്കുന്നത് BD ജെട്ടിയുടെ കാലത്താണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ 3 ഓപ്ഷൻസ് നമുക്ക് വരും. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇവർ 3 പേരും 3 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റുമാരാണ് അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 352 ആണ്. രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ ലിഖിതമായിട്ടുള്ള ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. 3 തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായും യുദ്ധം, സായുധ കലാപം, വിദേശ ആക്രമണം നടക്കുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുള്ളത്. ആദ്യത്തേത് 1962 ഒക്ടോബർ 26 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു. 1968 വരെ നീണ്ടുനിന്നു. ചൈനീസ് ആക്രമണമായിരുന്നു കാരണം. ആ ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത 2 എണ്ണത്തിൻ്റെ സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. 1971 ഡിസംബർ 3 രണ്ടാമത്തേത് പ്രഖ്യാപിക്കുന്നു. അതുപോലെ 1975 ജൂൺ 25 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തേത് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മൂലമാണ്. മൂന്നാമത്തേത് ആഭ്യന്തര കലാപം മൂലമാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. രണ്ടാമത്തെ വി ഗിരിയാണ്, മറന്നുപോകരുത്. അതുപോലെ ഈ 2ഉം 3ഉം ഒരുമിച്ചാണ് പിൻവലിക്കുന്നത്. 1977 മാർച്ച് 21 അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1977 മാർച്ച് 21 രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും ഒരുമിച്ച് പിൻവലിക്കുന്നത് BD ജെട്ടിയാണ്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ 1962 ഒക്ടോബർ 26 പഠിക്കണം, 1975 ജൂൺ 25 പഠിക്കണം, 1977 മാർച്ച് 21 പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അവിടെ സൗദി അറേബ്യ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി 2023 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്കായിരുന്നു, US രണ്ടാമത് UAE, മൂന്നാമത് ചൈനയിലേക്കാണ്. അപ്പോൾ ഇന്ത്യൻ കയറ്റുമതി എക്സ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ US, രണ്ടാമത് UAE, മൂന്നാമത് ചൈന. അതുപോലെ ഇന്ത്യയിലെ എക്സ്പോർട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്പെക്സ് ബോഡിയുണ്ട്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കണക്കുകളൊക്കെ പുറത്തു വരുന്നത് കേട്ടോ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ അത് 1965 നിലവിൽ വന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. ഓക്കെ, 1965 നിലവിൽ വന്നതാണ്. കൂടുതലും ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പോർട്ട് പ്രൊമോഷനാണ് കേട്ടോ. എക്സ്പോർട്ട് പ്രൊമോഷൻ എയിം ചെയ്തുകൊണ്ടുള്ളൊരു ബോഡിയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന് FIEO എന്നും പറയും കേട്ടോ. FIEO എന്നും പറയും. ഇത് നിലവിൽ വരുന്നത്
1965 പറഞ്ഞു. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, ഈ 1860 ഈ ഒരു ആക്ട് പ്രകാരമാണ് 1965 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഡൽഹി ആസ്ഥാനമായിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 ഉണ്ട്, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ള US, രണ്ടാമത് UAE, മൂന്നാമത് ചൈന. ഇത് കറണ്ട് അഫെയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ 2024 ജനുവരി 25 കണക്കനുസരിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ ഡൽഹി, ബി ഡെറാഡൂൺ, സി മുംബൈ, ഡി ജയ്പൂർ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. നമുക്കറിയാം ധരാതലീയ ഭൂപടങ്ങൾ അല്ലേ. അപ്പോൾ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഏജൻസി ഏതാണ്? അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നു കേട്ടോ. സർവേ ഓഫ് ഇന്ത്യ മാപ്സ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങളാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഇനി ഈ ധരാതലീയ ഭൂപടങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്? അത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി ഈ ധരാതലീയ ഭൂപടം എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? അതിൽ പ്രകൃതിദത്തവും അതുപോലെ മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാം ഉണ്ടാവും അല്ലേ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടം എന്ന് പറയാം. ഓക്കെ, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സവിശേഷതകളെയും ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഈ പറയുന്ന ധരാതലീയ ഭൂപടങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ SCERT ഡിസ്കസ് ചെയ്യുന്നതാണ്. ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് ഭൂപ്രദേശങ്ങളുടെ ഉയരം, അതുപോലെ ഭൂപ്രകൃതി, നദികൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, അതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ, വാർത്താവിനിമയ മാർഗങ്ങൾ, ഇവയെല്ലാം കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ ഈ പറയുന്ന ധരാതലീയ ഭൂപടങ്ങൾ വഴി ലഭിക്കും. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും നമ്മുടെ ധരാതലീയ ഭൂപടങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. കോണ്ടൂർ രേഖകൾ ഒന്നാമത്തേതാണ്. കോണ്ടൂർ രേഖകൾ അപ്പോൾ ധരാതലീയ ഭൂപടങ്ങളിലുള്ള കുറച്ച് സവിശേഷതകളാണ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് മാർഗ്ഗങ്ങളാണ് ഈ പറയുന്നത്. കോണ്ടൂർ രേഖകൾ എന്ന് വെച്ചാൽ അത് എന്താണ്? നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖകളാണ്. ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവയെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണം. അതുപോലെ ഫോം ലൈനുകൾ, ഇതെല്ലാം SCERT ഫോം ലൈനുകൾ എന്താണ്? ഫോം ലൈനുകൾ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് ഭൂസർവേയിലൂടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന തുടർച്ചയില്ലാത്ത ലൈൻസ്, രേഖകളെയാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. അതായത് ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം, വളരെ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിൽ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസിനെയാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള രേഖകളെയാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. ഈ വേർഡ്സ് അറിഞ്ഞു വയ്ക്കുക, SCERT അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കോണ്ടൂർ രേഖകൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള അല്ലെങ്കിൽ ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഫോം ലൈനുകളാണെങ്കിൽ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഭൂപ്രകൃതിയുടെ ഉയരം ഈ ചിത്രീകരിക്കാനാവാതെ വരുമ്പോൾ ആ ഒരു ഉയരം ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന വിട്ടുവിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള രേഖകളെയാണ് നമ്മൾ ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കണം. അതുപോലെ സ്പോട്ട് ഹൈറ്റ്, ഇതെല്ലാം ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് കേട്ടോ. സ്പോട്ട് ഹൈറ്റ് ആണെങ്കിൽ അതെന്താണ്?
അതായത് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കാൻ വേണ്ടി നമ്മുടെ മാപ്പുകളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന ഒരു മാർഗം, അതാണ് സ്പോട്ട് ഹൈറ്റ്. അതായത് ഒരു സ്പോട്ട് ഒരു കറുത്ത ബിന്ദു രേഖപ്പെടുത്തി അവിടെ ഹൈറ്റ് എഴുതുന്നു. അപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കാൻ ഭൂപടങ്ങളിൽ എന്ത് ചെയ്യുന്നു? കറുത്ത ബിന്ദു മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുന്നു. അത് സ്പോട്ട് ഹൈറ്റ് ആണ്. ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കത് ആൻസർ കണ്ടുപിടിക്കാം. അടുത്തത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിൻ്റെ ഉയരം ഈ ഒരു ട്രയാങ്കിൾ രേഖപ്പെടുത്തി അതിന് ആ ഒരു ഭൂപടങ്ങളിൽ രേഖപ്പെടുത്താറുണ്ട്. ആ ഒരു ചിഹ്നത്തോടു കൂടി ഭൂപടങ്ങളിൽ രേഖപ്പെടുത്താറുണ്ട്. അതിനെയാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. അപ്പോൾ ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കത്തുന്ന സ്ഥലങ്ങളുടെ ഉയരം എന്ത് ചെയ്യുന്നു? അത് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പ് കൂടെ അവിടെ കാണിക്കും. അതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ഇനി അതുപോലെ ഒരു വേർഡാണ് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ബെഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, അതുപോലെ വാട്ടർ ടാങ്കുകൾ, ജലസംഭരണികൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM, ബെഞ്ച് മാർക്ക് BM എന്ന് അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. BM എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം ഉയരം രേഖപ്പെടുത്തുന്നു. ആ ഒരു മാർഗ്ഗമാണ് ബെഞ്ച് മാർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ധരാതലീയ ഭൂപടവുമായി ബന്ധപ്പെട്ട് നമ്മൾ SSCRT പഠിക്കുന്നതാണ്. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ആണ്. ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഈ സമഗ്രമായ ഭൂസർവേക്ക് ശേഷമാണ് ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും ചിത്രീകരിക്കാറുണ്ട്. അതിൽ കൂടുതലായിട്ടും ഉയരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന 5 മാർഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. കോണ്ടൂർ രേഖകളാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ഫോം ലൈനുകളാണെങ്കിൽ അതെന്താണ്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന തുടർച്ചയായ രേഖകളാണ് ഫോം ലൈനുകൾ. ഇനി സ്പോട്ട് ഹൈറ്റ് ആണെങ്കിൽ ഉയരം, ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ ഒരു കറുത്ത ഒരു സ്പോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബിന്ദു ഇട്ടിട്ട് അതിനോട് അടുത്ത് തന്നെ ആ ഒരു ഉയരം കാണിക്കുന്ന മാർഗ്ഗമാണ് സ്പോട്ട് ഹൈറ്റ്. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണെങ്കിൽ ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഉയരം കണ്ടെത്തുകയാണെങ്കിൽ അവിടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഉയരം രേഖപ്പെടുത്തുന്നു. ബെഞ്ച് മാർക്ക് ആണെങ്കിൽ വലിയ കെട്ടിടങ്ങൾ, അതുപോലെ ജലസംഭരണികൾ, അതിൻ്റെയൊക്കെ ഉയരം കാണിക്കുമ്പോൾ BM എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടുത്ത് ആ ഒരു ഉയരത്തിൻ്റെ ആ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഉയരം രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ് ബെഞ്ച് മാർക്ക്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണിത് പറഞ്ഞു പോയത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. മിത ശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ, പർവ്വത മിത ശീതോഷ്ണ ചോലവനം, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഇവിടെ ആൻസർ ഓപ്ഷൻ B ആണ്. പർവ്വത മിത ശീതോഷ്ണ ചോല വനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് അറിയപ്പെടുന്നത്. ഇതധികം ഉള്ള ക്വസ്റ്റ്യൻ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സസ്യജാലങ്ങളിലെ 5 വനങ്ങളിലായിട്ടാണ് നമ്മൾ തരംതിരിക്കാറുണ്ട്. അത് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്നത് പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ കാലാവസ്ഥയുടെ ഫലമായിട്ട് ഇന്ത്യയിലെ സസ്യജാലങ്ങളെ പൊതുവെ 5 ആയിട്ട് തിരിക്കാറുണ്ട്. അതിലൊന്നാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഒന്നാമത്തേത് ഉഷ്ണമേഖല മഴക്കാടുകൾ. അത് നിത്യഹരിത വനങ്ങളാണ് അല്ലേ, നിത്യഹരിത വനങ്ങൾ. ഈ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ, അതുപോലെ സഹ്യാദ്രിയിൽ, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ കേട്ടോ, സഹ്യാദ്രിയിൽ, അതുപോലെ തന്നെ ആസാമിലൊക്കെ കാണപ്പെടുന്നു. ആസാം. ഓക്കെ, അപ്പോൾ ഉഷ്ണമേഖല മഴക്കാടുകൾ നിത്യഹരിത വനങ്ങൾ സഹ്യാദ്രിയിൽ, ആസാമിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇവിടെ കൂടുതലും തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നത് ഈ ഒരു മഴക്കാടുകളോട് അടുത്താണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ കൂടുതലായിട്ടുണ്ടാകുന്ന മരങ്ങൾ അത് മഹാഗണിയും റോസ് വുഡൊക്കെയാണ്. മഹാഗണി, റോസ് വുഡ് ഇതൊക്കെ നമുക്ക് SSCRTയിലുള്ളതാണ്. മഹാഗണി അതുപോലെ റോസ് വുഡ് അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കാം. ഇനി രണ്ടാമത്തെ വനങ്ങളാണെങ്കിൽ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. ഓക്കെ, ഈ ഇലപൊഴിയും വനങ്ങളെയാണ് നമ്മൾ മഴക്കാടുകൾ അല്ലെങ്കിൽ മൺസൂൺ കാടുകൾ എന്ന് പറയുന്നത് കേട്ടോ. മൺസൂൺ കാടുകൾ അല്ലെങ്കിൽ വനങ്ങൾ എന്നറിയപ്പെടുന്നത്.
ഈ പറയുന്ന ഇല പൊഴിയും വനങ്ങളാണ് മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ തേക്ക്, വേപ്പ്, അരയാൽ എന്നിവ പൊതുവെ കാണപ്പെടുന്നു. തേക്ക്, വേപ്പ്, അരയാൽ എന്നൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? അത് ഇല പൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ കാടുകളിലാണ്. ഇനി ഉഷ്ണമേഖല മുൾവനങ്ങളുണ്ട്. മുൾവനങ്ങൾ തീരെ മഴ കുറച്ച് ലഭിക്കുന്ന പ്രദേശങ്ങൾ, അതായത് 50 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. മുൾവനങ്ങളായതുകൊണ്ട് തന്നെ അവിടെ കള്ളിമുൾ ചെടികളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, കള്ളിമുൾ ചെടികളാണ്. അടുത്ത പർവ്വത വനങ്ങൾ. പർവ്വത വനങ്ങളുടെ പ്രത്യേകത എന്താണ്? നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ഉയരത്തിലാണ്. ഏകദേശം 1500 മുതൽ 2500 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. അവിടുത്തെ ചെടികളൊക്കെ കൂടുതലും ഒരു കോണാകൃതിയിലായിരിക്കും കേട്ടോ. അതായത് പൈൻ, ദേവദാരു അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പർവ്വത വനങ്ങളിലാണ്. അതുപോലെ ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ കണ്ടൽ വനങ്ങൾ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ, കണ്ടൽ വനങ്ങൾ. അതായത് ഉപ്പുജല സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. കൂടുതലായിട്ടും വെസ്റ്റ് ബംഗാൾ, സുന്ദർബൻ ഡെൽറ്റയിലൊക്കെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെയാണ് ഈ പറയുന്ന കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. സുന്ദരി എന്ന് പറയുന്ന ഒരു കണ്ടൽ ചെടിയുടെ ഉള്ളതുകൊണ്ടാണ് സുന്ദർബൻ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ആ ഒരു പേര് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകൃതിയിലെ ബോൺസായി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് പഠിച്ചത് ഇന്ത്യയിലെ സസ്യജാലമാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ വ്യത്യസ്ത കാലാവസ്ഥകളുടെ ഫലമായിട്ട് സസ്യജാലങ്ങളെ 5 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉഷ്ണമേഖല മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ, സഹ്യാദ്രി അതായത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് ആസാമിലാണ്, വെസ്റ്റേൺ ഘട്ടിലും ആസാമിലും കാണപ്പെടുന്നു. മഹാഗണി, റോസ്വുഡൊക്കെയാണ് പ്രധാനപ്പെട്ട അവിടുത്തെ വൃക്ഷങ്ങൾ. രണ്ടാമത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ കാടുകൾ പറഞ്ഞു. തേക്ക്, വേപ്പ്, അരയാലൊക്കെയാണ് അവിടെ കൂടുതലായും കാണപ്പെടുന്ന വൃക്ഷങ്ങൾ. അതുപോലെ മൂന്നാമത്തേത് പറഞ്ഞു ഉഷ്ണമേഖല മുൾവനങ്ങളാണ്. 50 സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലാണ്. കൂടുതലായിട്ടും കമുൾച്ചെടികളൊക്കെയാണ് അവിടെ കാണുന്നത്. നാലാമത് നമ്മൾ പറഞ്ഞു പർവ്വത വനങ്ങൾ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ കോണാകൃതിയിലായിരിക്കും അവിടെ ഈ പറയുന്ന കൂടുതലും വൃക്ഷങ്ങൾ കാണപ്പെടുന്നത്. പൈൻ, ദേവദാരു ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അഞ്ചാമത് പറഞ്ഞു കണ്ടൽ വനങ്ങൾ പറഞ്ഞു. ഉപ്പുവെള്ളം കൂടുതലായിട്ട് അതിൻ്റെ സമീപമുള്ള പ്രദേശങ്ങളിലാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സുന്ദർബൻ ഡെൽറ്റ വെസ്റ്റ് ബംഗാളിൽ കാണപ്പെടുന്നത്. സുന്ദർബൻ ഡെൽറ്റയുടെ അവിടെയുള്ള ആ ഒരു കണ്ടൽ വനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലുള്ള കണ്ടൽ വനങ്ങളൊക്കെ ഈ ഒരു കണ്ടൽ വനത്തിനുള്ള എക്സാമ്പിളാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ദേശീയോദ്യാനം എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ഉദ്യാനം അതേതാണ്? കുറിഞ്ഞിമലയാണ് കേട്ടോ. കുറിഞ്ഞിമല. ഓപ്ഷൻ ഡി ആണ് കുറിഞ്ഞിമല. നമുക്കറിയാം നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് അല്ലേ. അത് 2006 കേട്ടോ കുറിഞ്ഞിമല നിലവിൽ വരുന്നത്. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുപോലെ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചെടി ഏതാണ്? നീലക്കുറിഞ്ഞിയാണ് അല്ലേ. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഉദ്യാനമാണ് കുറിഞ്ഞിമല. ഇനി കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകളുണ്ട്, ദേശീയോദ്യാനമുണ്ട്? കേരളത്തിൽ 5 ദേശീയോദ്യാനമാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഇടുക്കിയാണ് അല്ലേ. കേരളത്തിൽ 5 നാഷണൽ പാർക്കുകളാണുള്ളത്. ആദ്യത്തേതാണ് ഇരവികുളം അല്ലേ. ഇരവികുളം നാഷണൽ പാർക്ക്. രണ്ടാമത് നമുക്കറിയാം സൈലൻറ്റ് വാലി. ഇരവികുളം, സൈലൻറ്റ് വാലി. അതുപോലെ നമ്മുടെ ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഓക്കെ, അപ്പോൾ നമുക്ക് 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം, സൈലൻറ്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അത് പാമ്പാടും ചോലയാണ് കേട്ടോ. സ്മോളസ്റ്റ് ഏതാണ്? പാമ്പാടും ചോലയാണ്. അത് അറിഞ്ഞു വയ്ക്കണം.
കേരളത്തിലെ ഏറ്റവും വലുത് ഇരവികുളമാണ്. അതുപോലെ ഏറ്റവും ആദ്യത്തേതും ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, ഏറ്റവും വലിയ ദേശീയോദ്യാനം അത് ഇരവികുളമാണ്. 1975 ഈ ഇരവികുളം വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് 1978 നാഷണൽ പാർക്ക് ആവുന്നു കേട്ടോ. ഇരവികുളം 1978 നാഷണൽ പാർക്ക് ആവുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കാം. സൈലന്റ് വാലി ആണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് അല്ലേ. സൈലന്റ് വാലി നിത്യഹരിത മഴക്കാടാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല 4 ഇടുക്കിയിലാണ്. സൈലന്റ് വാലി പാലക്കാടാണ്. ആസ്ഥാനം മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട്. സൈലന്റ് വാലിയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണാർക്കാടാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്. അത് 1984 ദേശീയോദ്യാനമാവുന്നത് കേട്ടോ. 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. അതൊന്ന് അറിഞ്ഞു വെക്കാം. ഇനി മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല ഇത് മൂന്നും 2003 ദേശീയോദ്യാനമായി മാറുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇരവികുളം നാഷണൽ പാർക്ക് ഏറ്റവും വലുതാണ്, ഏറ്റവും ആദ്യത്തേതാണ്. 1978 പ്രഖ്യാപിക്കപ്പെടുന്നു. രണ്ടാമത്തെ സൈലന്റ് വാലിയാണ്. 1984 പ്രഖ്യാപിക്കപ്പെടുന്നത്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ്. അതുപോലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ആസ്ഥാനം മണ്ണാർക്കാടാണ്. ബാക്കി 3 അത് 2003 നാഷണൽ പാർക്കാവുന്നത്. ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല 2003 നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് അത് പാമ്പാടുംചോലയാണ്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ചിങ്ങം 1, മേടം 1, കുംഭം 1, മീനം 1. ആൻസർ മേടം 1 കേട്ടോ. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം മേടം 1. അതൊന്ന് അറിഞ്ഞു വെക്കാം. മലയാള മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. കൊല്ലവർഷം അല്ലേ. കൊല്ലവർഷം ആരംഭിക്കുന്നത് CE 825 കൊല്ലവർഷം ആരംഭിക്കുന്നത് CE 825 അതൊന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ടും ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ വിഷു, ഓണം. വിഷുവിൻ്റെ പ്രത്യേകത എന്താണ്? അത് മേടത്തിൻ്റെ ആദ്യ ദിനത്തിലാണല്ലേ, അഥവാ മേടം 1 ഈ പറയുന്ന വിഷു ആഘോഷിക്കുന്നത്. മേടത്തിലെ ആദ്യ ദിവസം ആഘോഷിക്കുന്നതാണ് വിഷു. അതുപോലെ ഓണമാണെങ്കിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിലാണ് അല്ലേ. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. അതുപോലെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് എത്ര പ്രാവശ്യമാണെങ്കിൽ എത്ര ഞാറ്റുവേലയാണ് ഉള്ളതെന്ന് അറിഞ്ഞു വെക്കണം. നമുക്ക് 365 ദിവസങ്ങളെ 14 ദിവസത്തിൻ്റെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. 365 ദിവസങ്ങളെ 14 ദിവസത്തിൻ്റെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുമ്പോൾ അവിടെ എന്ത് കിട്ടുന്നു? 27 ഗ്രൂപ്പുകൾ കിട്ടുന്നു അല്ലേ. 27 ഗ്രൂപ്പുകൾ കിട്ടുന്നു. അങ്ങനെ 27 ഞാറ്റുവേലകൾ ഉണ്ടാകുന്നു കേട്ടോ. അതിൽ ഓരോ ഞാറ്റുവേലയ്ക്കും ഓരോ നക്ഷത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെക്കണം. CE 825 കൊല്ലവർഷം ആരംഭിക്കുന്നത്. കൊല്ലവർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വിഷു, അതുപോലെ ഓണം. വിഷു ആണെങ്കിൽ മേടം 1 ആഘോഷിക്കുന്നു. ഞാറ്റുവേല ആരംഭിക്കുന്നതും മേടം 1. അതുപോലെ ഓണം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ്. നമുക്ക് ഒരു വർഷത്തിലുള്ള 365 ദിവസത്തെ 14 ദിവസങ്ങളുള്ള 27 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിനും എന്തുണ്ട്? ഓരോ നക്ഷത്രത്തിൻ്റെ പേരുണ്ട് കേട്ടോ. ഓരോ ഗ്രൂപ്പിനും ഓരോ നക്ഷത്രത്തിൻ്റെ പേരാണുള്ളത്. അങ്ങനെ 27 ഞാറ്റുവേലകളുണ്ടെന്ന് പറയാം കേട്ടോ. 27 ഞാറ്റുവേലകളുണ്ട്. അതൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇത്രയാണ് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? നമുക്കറിയാം കേരളത്തിൽ കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഓപ്ഷൻ എ ലാറ്ററൈറ്റ്, ഓപ്ഷൻ ബി എക്കൽ, ഓപ്ഷൻ സി ചുവന്ന മണ്ണ്, ഓപ്ഷൻ ഡി വനമണ്ണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണാണ് എന്തിന് സഹായിക്കുന്നത്? റബ്ബർ കൃഷിക്ക് സഹായിക്കുന്നത്. അല്ലെങ്കിൽ റബ്ബർ കൃഷിക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചത് ലാറ്ററൈറ്റ് മണ്ണാണ്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനവും ലാറ്ററൈറ്റ് ആണ്. ജലം തങ്ങി നിൽക്കാത്ത മണ്ണെന്ന് പറയാം കേട്ടോ. ജലം തങ്ങി നിൽക്കാത്ത മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇനി ഈ പറയുന്ന ലാറ്ററൈറ്റ് മണ്ണുണ്ടാകാൻ കാരണം ലാറ്ററൈസേഷനാണ്. അതിന് കാരണം ശക്തമായിട്ടുള്ള മഴ, അതുപോലെ ഉയർന്ന താപനില. നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടുണ്ടാകുന്ന മഴ, അതുപോലെ ഉയർന്ന താപനില മൂലമാണ് ഈ ലാറ്ററൈസേഷൻ നടന്ന് ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത്. അതും ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി എക്കൽ മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്?
നദീതട എക്കൽ മണ്ണാണ് കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നത്. പൊതുവെ കാണപ്പെടുന്ന എക്കൽ മണ്ണ് അത് കൊല്ലത്താണ് കൂടുതലും ഈ പറയുന്ന നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. ഈ നദീതട എക്കൽ മണ്ണിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് വെച്ചാൽ അതിനൊരു അമ്ല ഗുണമായിരിക്കും കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെക്കണം. നദീതട എക്കൽ മണ്ണ് കേരളത്തിൽ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ്. ഈ ഒരു എക്കൽ മണ്ണിൻ്റെ പ്രത്യേകത അതിന് അമ്ല ഗുണമുണ്ടാവും. അതൊന്ന് അറിഞ്ഞു വെക്കാം. ഇനി അതുപോലെ തന്നെ ഓണാട്ടുകര എക്കൽ മണ്ണുണ്ട്. അത് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അത് കടൽ വസ്തുക്കളുടെ നിക്ഷേപം മൂലമാണ് ഓണാട്ടുകര എക്കൽ മണ്ണ് ഉണ്ടാവുന്നത്. ഓക്കെ, എക്കൽ മണ്ണിൻ്റെ കാര്യം, കേരളത്തിലെ എക്കൽ മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നദീതട എക്കൽ മണ്ണുണ്ട്, ഓണാട്ടുകര എക്കൽ മണ്ണുണ്ട്. ഓണാട്ടുകര എക്കൽ മണ്ണ് കാണപ്പെടുന്നത് കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലൊക്കെയാണ് കേട്ടോ. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര ഈ താലൂക്കുകളിലൊക്കെയാണ് നമ്മുടെ ഓണാട്ടുകര എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അത് കടൽ വസ്തുക്കളുടെ നിക്ഷേപം മൂലമാണ് ഈ പറഞ്ഞ ഓണാട്ടുകര എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അത് അറിഞ്ഞു വെക്കാം. ഇനി നമുക്ക് കുട്ടനാട് മണ്ണ്, അതായത് കുട്ടനാട് മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, കുട്ടനാടിൻ്റെ പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അല്ലേ. അത് കൂടുതലായിട്ടും ഈ കടൽ ജലമൊക്കെ കയറുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ കാണപ്പെടുന്ന മണ്ണാണ് കുട്ടനാട് മണ്ണ്. അതൊരു ലവണത്വമുള്ള മണ്ണാണ്, അല്ലെങ്കിൽ അമ്ല മണ്ണാണെന്ന് പറയാം. കുട്ടനാട് മണ്ണ് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണുകൾ പറഞ്ഞു. ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, അതുപോലെ എക്കൽ മണ്ണിന് കാര്യം പറയുകയാണെങ്കിൽ നദീതട എക്കൽ മണ്ണുണ്ട്, ഓണാട്ടുകര എക്കൽ മണ്ണുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ കുട്ടനാട് മണ്ണിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അറിഞ്ഞു വെക്കേണ്ടതാണ് വനമണ്ണ്. വനമണ്ണ് എവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത്? വനമേഖലകളുള്ള ജില്ലകളിലൊക്കെ, അതായത് ഇടുക്കി, പാലക്കാട്, വയനാട് അവിടെയൊക്കെ കാണപ്പെടുന്നത് ഏതാണ്? വനമണ്ണാണ്. ഈ വനമണ്ണിലാണ് കൂടുതലും തേയില, കാപ്പി, കുരുമുളക് ഒക്കെ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഏലം അതൊക്കെ കൃഷി ചെയ്യുന്നത് വനമണ്ണിലാണ്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട മണ്ണൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാറുണ്ട്. നമുക്ക് SCRT ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഡൽഹി, കൽക്കട്ട, മുംബൈ, ജയ്പൂർ. എല്ലാവർക്കും ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി മുംബൈ ആണ് അല്ലേ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈ ആണ്. മുംബൈയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയാം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ. അതുപോലെ വ്യാവസായിക തലസ്ഥാനം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, വ്യാവസായിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന മുംബൈയാണ്. അതുപോലെ കവാടം എന്ന് പറയാം. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന മുംബൈയാണ് അല്ലേ. ഈ മുംബൈയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് കേട്ടോ മുംബൈ. അതുപോലെ 7 ദ്വീപുകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, നമ്മുടെ LIC മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. LIC, അതുപോലെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, നബാർഡ് നമ്മൾ ഇന്ന് തന്നെ പഠിച്ചതാണ് നബാർഡ്. ഓക്കെ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ മുംബൈയിലാണ്. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കണം LIC, നബാർഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് നമുക്ക് മുംബൈയെ വിശേഷിപ്പിക്കാം. അത് വ്യാവസായിക തലസ്ഥാനവുമാണെന്നും പറഞ്ഞു. അതൊന്ന് ഓർത്തു വെക്കാം. ഇനി അതുപോലെ മുംബൈയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു. ഓക്കെ, ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 കേട്ടോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ്. LIC, RBI, നബാർഡ് എന്നിവയുടെ ആസ്ഥാനം ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിക്കപ്പെട്ട നഗരം ഏതാണ്? മുംബൈ ആണ് അല്ലേ. ATM സ്ഥാപിക്കപ്പെട്ടു 1987 HSBC ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുംബൈയിൽ ATM സ്ഥാപിക്കുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഈ ഒരു 10 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ അത് ഡിസ്കസ് ചെയ്തെടുക്കാൻ കുറേയധികം ദിവസം എടുക്കും. കാരണം ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത ഫാക്ട്സ് ഒക്കെ പഠിച്ചാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം LDC എക്സാമിന് നല്ല സിലബസ് നല്ല വാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അധികം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട, എന്നാൽ PSC ചോദിക്കാനും ചോദിച്ചിട്ടുള്ളതും അതുപോലെ അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പഠിച്ചു പോകണം. അധികം ഡീപ്പായി പഠിക്കാതെ ഈ പറയുന്ന സിലബസുകളെല്ലാം തന്നെ എല്ലാ പോയിൻറ്റ്സും പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.